നർത്തനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശിനെ ഒരടി അടിക്കുന്നുണ്ട് ബാലൻ. ഈ വീടിന്റെ മാനം നീ കെടുത്തി, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങളുടെ സന്തോഷം നീ കെടുത്തി എന്നും പറഞ്ഞു ഒരടി അടിക്കും. രണ്ടാമത്തെ അടിക്കായി കൈ പൊക്കുമ്പോൾ തന്നെ നമ്മുടെ മീനാക്ഷി അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. എന്തായാലും മീനാക്ഷിക്ക് വിഷമമുണ്ട് ആകാശിനെ അടിക്കുന്നത്. മീനാക്ഷിയും കൂടി അതിൽ ഉത്തരവാദി ആയതുകൊണ്ട് തന്നെ ബാലനായ ഒരു വിളിക്ക് തന്നെ ആകെ ഞെട്ടുന്നുണ്ട്. ബാലൻ കൈ താഴ്ത്തുന്നുണ്ട്. കാരണം ഇപ്പൊ മറ്റൊരു പെണ്ണുണ്ടല്ലോ, അപ്പൊ പെണ്ണിന്റെ മുന്നിൽ ചിനി തല്ലണത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആകാശ് ക്ഷമിക്കച്ച പറഞ്ഞ കാലൊക്കെ പിടിക്കുമ്പോൾ ആകാശിനെ ക്ഷമിക്കണമെന്നില്ല, വലിച്ച് ചവിട്ടി പുറത്താക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായാലും വേറൊരു ടിസ്റ്റും കൂടെ നടക്കുന്നുണ്ട്. ആര്യൻ എണി പിടിക്കുന്നത്. അതിന് മുന്നേ തന്നെ ആര്യൻ ചെന്നിടപെടുന്നുണ്ട്. എന്തിനാണ് അച്ഛാ ഇവരെ വഴക്ക് പറയുന്നത്? അച്ഛൻ ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയായിരുന്നോ? അച്ഛനല്ലേ ഇതിന്റെ ഉത്തരവാദി. അച്ഛൻ ഇവരെ ചേട്ടൻ സ്നേഹിച്ച് പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ആ സമയത്ത് ഗോമതി ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വേദന മനസ്സിലാക്കാത്തത്? ഇത്രയധികം നിന്നെയൊക്കെ സ്നേഹിച്ചിട്ട് നീ എന്തുകൊണ്ടാ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മരെയും കണ്ണീര് കാണാഞ്ഞെന്നൊക്കെ ചോദിച്ചപ്പോൾ ആങ്ങളന്മാരവിടെ നിന്ന് പറയുന്നുണ്ട്, എടി ഗോമതി ഇതെന്ന് പറഞ്ഞത് ദൈവം ഉണ്ടെന്ന്. നീ പോയപ്പോൾ ഞങ്ങൾ അനുഭവിച്ച കണ്ണീരും അപമാനവും ഇപ്പൊ കണ്ടില്ലേ? നിന്റെ മോനിൽ നിന്നും നിങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ ഓരോരുത്തർ അനുഭവിക്കുന്നതിന്റെ വേദന? ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാന്ന് പറഞ്ഞ ആങ്ങളന്മാർ നിന്ന് ഇങ്ങനെ പരിഹസിക്കുന്നു. നാത്തൂന്മാർക്ക് നല്ല വിഷമമുണ്ട്, അമ്മയ്ക്കും. അതും കൂടെ കേട്ടപ്പോൾ ബാലൻ ആകെ വിഷമാവുന്നുണ്ട്. ബാലന്റെ കൊമ്പൊടിക്കാൻ ഒരു മോനുണ്ടായി. തന്റെ മോനൊക്കെ പറഞ്ഞ് വളർത്തിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആങ്ങളമാരെ പരിഹാസം അപ്പുറത്ത് നിന്ന് കൂടാണ്. നിങ്ങൾ എന്തിനാ ഇതിൽ ഇടപെടുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാര്യം അന്വേഷിച്ചാൽ മതി, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കാര്യം അന്വേഷിക്കും, ഞങ്ങളുടെ കുടുംബത്തെ കാര്യങ്ങളെ ഞങ്ങൾ അന്വേഷിച്ചുണ്ട് എന്നും പറഞ്ഞ് ആര്യൻ ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം ബാലൻ ചെന്ന് ആര്യനെ പിടിക്കുന്നുണ്ട്. എടാ, ഞാൻ ആരോട് ക്ഷമിച്ചാലും നിന്നോട് ക്ഷമിക്കില്ല. ഇവരെ ഞാൻ അകത്ത് കയറ്റും. കാരണം ഇവനെ വിശ്വസിച്ചിറങ്ങി വന്ന ഇവളെ ആലോചിച്ചിട്ട് ഇവരെ ഞാൻ അകത്ത് കയറ്റും. പക്ഷെ നിനക്കിനി പെരുവഴിന് ആധാരം. അതുകൊണ്ട് നീ വീട്ടിൽ കയറിപ്പോരുത്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞ് ആര്യനെ പിടിച്ചു ഉന്തുന്നുണ്ട്. ആര്യന് നേരെ ചെന്ന് വീഴുന്നത് നമ്മുടെ ആനന്ദ് കയറി വരെയായിരിക്കും. ആനന്ദ് ഓടി വന്ന് ആര്യനെ പിടിക്കുന്നുണ്ട്. പക്ഷെ പിടിക്കൽ മാത്രമുള്ളൂ, ആർക്കൊന്നും തടയാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരും നോക്കിയാൽ ആര്യനെ പിടിച്ച് പുറത്താക്കണം ബാലൻ. ഇനി ബാലന് 2 ശത്രുക്കളേ ഉള്ളൂ. അതൊന്ന് ആര്യനും ആകാശനും. അതുകൊണ്ട് നീ ഇവിടെ ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് ആര്യനെ പുറത്താക്കി. ആര്യൻ വിഷമിച്ച് പോകുന്നുണ്ട്. ആര്യന്റെ പിന്നാലെ ഗോമതിയും മാമനും പെങ്ങളൊക്കെ ഓടുന്നുണ്ട് കരഞ്ഞുകൊണ്ട്. അച്ഛ വിളിക്ക അച്ഛ. അതുപോലെ തന്നെ ബാലേട്ട വിളിക്ക്, അവൻ എവിടേക്ക് പോവാനാണ്, അവനെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമിച്ച് കരയുന്നുണ്ടെങ്കിലും ബാലേട്ട സമ്മതിക്കുന്നില്ല. അങ്ങനെ ബാലൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇവരകത്ത് കയറ്റിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ഗോമതി ഇവരോട് വരാൻ പറഞ്ഞ് അങ്ങനെ നിലവിളക്കൊന്നും ഇല്ലെങ്കിലും അകത്ത് വിളിച്ച് കയറ്റുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അച്യുതവർമ്മനെയും ആനന്ദവർമ്മനെയാണ്. അവർ പണിക്കാർക്കും ജോലിക്കാർക്കും എല്ലാവർക്കും വിളിച്ച് സദ്യ കൊടുക്കാനുള്ള തീരുമാനമൊക്കെ എടുക്കണം. ബാലൻ ഇങ്ങനെ വേണം, ഗോമതിയും ബാലനും കരയട്ടെ. വർഷങ്ങൾക്ക് മുന്നേ നമ്മളെ വീട്ടിൽ കരഞ്ഞ കണ്ണീരാണ് ഇന്നിപ്പോൾ അവിടെ അനുഭവിക്കുന്നത്. ഇനി ബാലൻ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് നടന്നതല്ലേ, ഈ സന്തോഷം നമുക്ക് ആഘോഷിക്കണം. അപ്പം ആര്യനെ അടിക്കുന്നതൊക്കെ കണ്ട് മിത്ര നല്ല സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു. മിത്രയ്ക്കും ഇതിൽ പങ്കെടുക്കാൻ വലിയ സന്തോഷം. അപ്പൊ അമ്മ വന്ന് പറയുന്നുണ്ട്, ഒരാളുടെ കണ്ണീര് ആനന്ദിക്കരുത് മക്കളെ. അപ്പുറത്തെ വീട്ടുകാർ തകർന്ന് നിൽക്കുമ്പോഴാണോ നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാനൊക്കെ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അച്യുതവർമ്മ പറയുന്നുണ്ട്, അമ്മ ഇതിനേക്കാൾ വലിയ കരച്ചിൽ അമ്മ 28 വർഷങ്ങൾക്ക് മുന്നേ കരഞ്ഞില്ലേ, പിന്നെ എന്തിനാ അമ്മയ്ക്ക് ഇപ്പം മനസ്സ് മാറുന്നത്? അമ്മ ഇതിൽ ഇടപെടണ്ട, ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ ബാലൻ അകത്ത് കയറിയിട്ട് ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീനാക്ഷിയോടും വഴക്ക് പറയുന്നുണ്ട്. മീനാക്ഷിയോട് പറയുന്നുണ്ട്, ഇവൻ ചെയ്തതുപോലെ തന്നെ തെറ്റ് നീയും ചെയ്ത് നിന്റെ അച്ഛനെ അമ്മനെ നീ ഉപേക്ഷിച്ചില്ലേ, ഇത്രയും സ്നേഹത്തോടെ നിന്നെ ഇത്ര ആക്കിയിട്ട് നീ അവരെ ഒരു നിമിഷം കൊണ്ട് നീയും ചതിച്ച്. അതുകൊണ്ട് നീയും എൻ്റെ ശത്രു തന്നെയാണ്. നിന്നായിട്ടും ഇനി നിങ്ങൾ 2 ആളായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ ശത്രുക്കൾ ഇനി ആര്യനും ആകാശവും എന്ന് പറയുന്നത്. ആനന്ദിനോട് പറയുന്നുണ്ട്, ആനന്ദേ നീ എത്രയും പെട്ടെന്ന് ഇതേപോലെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നോ, എന്നിട്ട് നീയും കല്യാണം കഴിച്ചോ. പെങ്ങളോടും പറയുന്നുണ്ട്, നീയും നിനക്ക് ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇനി ഈ ബാലനില്ല, ദേവമംഗലത്തെ ബാലൻ മരിച്ചു എന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് മുറിയിൽ കയറി വാതിലടയ്ക്കും. ഗോമതി ആണെങ്കിൽ ഒരുപാട് വിഷമത്തോടെ കരഞ്ഞ് കണ്ണീരൊഴുക്കി വാതിലൊക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വാതിലൊന്നും തുറക്കുന്നില്ല. പിന്നീട് എല്ലാവരും കൂടി ആകാശിനെ അങ്ങനെ മിണ്ടുന്നില്ല. അപ്പൊ ആകാശ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് എന്നോട് ക്ഷമിച്ചെന്ന് പറയും എന്നൊക്കെ പറഞ്ഞപ്പോൾ
മാമൻ പറയുന്നുണ്ട്, എടാ നമുക്ക് പതുക്കനെ ശരിയാക്കാം, എല്ലാം ഒറ്റയടിക്ക് നടക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാനുണ്ട് നിന്നെ എല്ലാത്തിനും കാരണം എന്ന്. നീ മിണ്ടരുത്, ഞാൻ ആനന്ദിനെയാണ് വഴക്ക് പറയുന്നത്, നീ ഇതിൽ ഇടപെടണം, നീ പുറത്തുനിന്ന് വന്നവളോട് മാറി നിൽക്കടി എന്നൊക്കെ പറഞ്ഞ് അവളെ നമ്മുടെ മീനാക്ഷീനെ ദേഷ്യപ്പെട്ട് ഗോമതി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ ബാലൻ അകത്ത് കയറി കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെയൊക്കെ നോക്കുന്ന ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കരയിനൊക്കെ ഉണ്ട് ബാലൻ. പുറത്ത് നിന്നുണ്ടെങ്കിൽ മക്കളെല്ലാവരും മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിലും ആരും ഒന്നും കേൾക്കുന്നില്ല. വല്ലാത്ത വിഷമത്തിലും ഭയങ്കരമായിട്ടുള്ള ഓരോന്ന് പറഞ്ഞ് എണ്ണി പറക്കി കരയിനും. ഗോമതി ആയാലും അതുപോലത്തെ ഇപ്പുറത്ത് ഗോമതിയും അപ്പുറത്ത് ബാലനും കിടന്ന് ഇങ്ങനെ കരയിന്. ആ സമയത്ത് പെട്ടെന്ന് എടബാല എന്ന് വിളിച്ചും കഴിഞ്ഞിട്ട് രണ്ട് വിളി കേൾക്കുന്നത് നോക്കിയപ്പോൾ അത് മീനാക്ഷിയുടെ അച്ഛനാണ്. ഇറങ്ങി വാടാ, അകത്ത് കയറി ഒളിച്ചിരിക്കാതെ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കിന്. ആ സമയത്ത് ബാലനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. മീനാക്ഷിയും ആകാശവും ബാക്കി എല്ലാവരും കൂടി വന്ന്, എടി നീ ഞങ്ങളെ ചതിച്ചല്ലേ? അതിനേക്കാൾ മുന്നേ ബാലനോട് ചോദിക്കുന്നുണ്ട്, നീ അല്ലാണ്ട് ഇതിന്റെ പിന്നിലെ സൂത്രക്കാരൻ, എഴുത്തും വായന അറിയാത്ത നിന്റെ മോനെ ജോലിയുള്ള എൻ്റെ മോളെ പിടിച്ച് കെട്ടിച്ചില്ലേടാ, എന്നിട്ട് നീ അകത്ത് കയറിയിരിക്കില്ല, നീ ആഘോഷിക്കല്ലേടാ ഞങ്ങളുടെ കണ്ണീര് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബാലനെ അധിക്ഷേപിക്കുന്നുണ്ട്. ബാലൻ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഗോമതിക്ക് ദേഷ്യം വരുന്നുണ്ട്, മര്യാദയ്ക്ക് സംസാരിക്കണം, നിങ്ങളുടെ മോളാണ് ഞങ്ങളുടെ മോന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്, അല്ലാണ്ട് ഞങ്ങളല്ലേ ഇതിൽ തെറ്റുകാരെന്ന് പറഞ്ഞപ്പോൾ ഗോമതി നീ മിണ്ടാണ്ടക്ക്, അവരവരുടെ അച്ഛനും അമ്മയും അല്ലേ, അവരുടെ മനസ്സിൽ വിഷമം ഉണ്ടാവും, അവരെന്തെങ്കിലും പറഞ്ഞു തീർത്തോട്ടെ എന്ന് ബാലൻ പറയുന്നുണ്ട്. എടാ നിന്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട, നീ എൻ്റെ മോളെ ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയാവേണ്ട പെണ്ണിനെ ഇനി പിടിച്ചിട്ട് വന്നേക്കണേന്ന് പറഞ്ഞു. ആ സമയത്ത് ഗോമതി ചോദിക്കുന്നുണ്ട് മീനാക്ഷിയോട്, മീനാക്ഷി നിനക്കൊന്നും പറയാനില്ലേടി, ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ, നിന്നെ ഞങ്ങൾ പൂമാലെടുത്താണോ സ്വീകരിച്ചത്, നിന്നെ ഞങ്ങൾ ഇവിടെ സ്വീകരിച്ചോ, നിന്നെ ഞങ്ങൾ മരുമോളാക്കി കണ്ടോ, എന്നിട്ട് പിന്നെ നീ ഞങ്ങളുടെ ബാലേട്ടനെ കുറ്റം പറയുന്നത് കേട്ട് നീ എന്തിനു മിണ്ടാണ്ടിക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ മീനാക്ഷി പെട്ടെന്ന് ആകാശിന്റെ കഴുത്തിൽ പിടിച്ച് വലിക്കുന്നുണ്ട് മീനാക്ഷിയുടെ അച്ഛൻ. ആ സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛ എൻ്റെ ഭർത്താവിനെ തൊട്ടു പോകരുത്, എല്ലാത്തിനും കാരണം ഞാനാണ്, ആകാശിനെ നിർബന്ധിച്ച് ആകാശിന്റെ കൂടെ പോകുന്നത് ഞാനാണ്, ഞാൻ എത്രയോ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു തരാൻ, അത് നിങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്തത്, നീ ഇവിടെ വന്നത് വഴക്കുണ്ടാക്കിയിട്ട് എന്ത് കാര്യം, കഴിഞ്ഞു, ഞങ്ങൾ അനുഗ്രഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അനുഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ നിന്നെ അങ്ങനെ ഞങ്ങൾക്ക് വെറുതെ വിട്ടാൽ പറ്റില്ലടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി അന്ന് അവളെ വലിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അച്ഛൻ ഇറങ്ങുന്നുണ്ട്. മീനാക്ഷി ഇതിനെ കൈയും പിടിച്ച് അമ്മയും ഇറങ്ങുന്നുണ്ട്. എന്നെ വീടെന്ന് പറഞ്ഞെങ്കിലും വിടുന്നില്ല. കാറിൽ കയറ്റാൻ പോകുന്ന സമയത്ത് ബാലൻ വിളിക്കുന്നുണ്ട്, നിൽക്ക് എന്ന് പറയുന്നു. ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചത് ഞാൻ കേട്ടു നിന്നു, കാരണം നിങ്ങളൊരു അച്ഛനും അമ്മയാണ്, നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും, പക്ഷേ ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്നുണ്ടല്ലോ അതിവിടെ നടക്കില്ല. ഇവളെന്റെ മരുമോളല്ല, ഇവനിപ്പോ എൻ്റെ മോനും അല്ല, പക്ഷെ ഇവരുടെ വീടാണിപ്പത്, ഇവര് ദേവമംഗലത്തേക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഞാൻ അംഗീകരിച്ചില്ലെങ്കിലും ഇപ്പൊ ഇവളുടെ വീട് ഇതാണ്, അതുകൊണ്ട് ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ ഉത്തരവ് വേണം, അതിനുശേഷം മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പെട്ടെന്ന് തന്നെ കൈ വിടുന്നുണ്ട്. അതിനുശേഷം അച്ഛൻ ഞങ്ങളൊന്ന് അനുഗ്രഹിക്കുന്ന പറഞ്ഞ് മീനാക്ഷി വീണ്ടും കരയുമ്പോൾ, നിന്നെ ഞാൻ അനുഗ്രഹിക്കാടി, ഇപ്പൊ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി ഒന്നും കാണുന്നില്ല. ആ സമയത്ത് ബക്കറ്റിൽ ഒരു ബക്കറ്റ് വെള്ളം ഇരിക്കുന്നുണ്ടാവും. ആ വെള്ളം എടുത്ത് ആ മനുഷ്യന്റെ തലയിൽ കൂടെ ഒഴിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി പടി അടച്ച് പിണ്ടം വയ്ക്കിന്, അതിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിന് പോലെയാണ് ഇപ്പൊ ഞാൻ ഈ തലയിൽ കൂടെ വെള്ളം ഒഴിച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു മോളില്ല, എല്ലാ ബന്ധവും ഉടച്ച് അവസാനിപ്പിച്ചു എന്നും പറഞ്ഞ് അവരിറങ്ങി പോകുന്നുണ്ട്. മീനാക്ഷി എങ്കിൽ ആകെ വിഷമിച്ച് കരഞ്ഞായിട്ട് എല്ലാവരും ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുമ്പോൾ ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവരുടെ ഈ കാഴ്ചയും കൃഷ്ണമംഗലത്താർ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. എന്തായാലും മീനാക്ഷി ആകെ വിഷമിച്ച് മീനാക്ഷിനെ അകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിലും കൂടി ആരും മീനാക്ഷിയോട് മിണ്ടണം പറ്റുന്നില്ല. അങ്ങനെ അച്ഛനമ്മയും പോകുന്നത് കണ്ണീരോടെ നോക്കി നിൽക്കുന്ന മീനാക്ഷിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.